ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കാണ് ബി.ജെ.പി. ഇരിങ്ങാലക്കുട നഗരസഭയിൽ നേതൃത്വം നൽകുന്നതെന്ന് എൽ.ഡി.എഫ്. ആരോപിച്ചു. വ്യാപകമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ വെട്ടിനീക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അംബിക പള്ളിപ്പുറത്ത്, CC ഷിബിൻ, മുനിസിപ്പൽ കൗൺസിലർ അൽഫോൺസ തോമസ് എന്നിവർ പ്രസംഗിച്ചു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഈ ഹിയറിങ്ങിൻ്റെ ഭാഗമായി ബി.ജെ.പിയുടെ നേതൃത്വം മുഴുവൻ ഇരിങ്ങാലക്കുട നഗരസഭ കേന്ദ്രീകരിച്ച് തമ്പടിച്ചുകൊണ്ട് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 41 വാർഡും പുതുക്കിയ 43 വാർഡിലും പെട്ട ആളുകൾ ഇപ്പോൾ നേരത്തെ അൽഫോൻസേച്ചി പറഞ്ഞതുപോലെയാണ്, മരിച്ചു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജോലിക്കായി പുറത്തേക്ക് പോയ അല്ലെങ്കിൽ വേറെ ജില്ലകളിലേക്ക് പോയി ശനിയാഴ്ച തിരിച്ചു വരുന്ന ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു 5 മാസമാകുമ്പോഴേക്കും അവരുടെ പേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. അതായത് അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ വാർഡുകളിലും അത്തരത്തിലുള്ള കൃത്രിമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ബി.ജെ.പി. നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു സമയത്ത് വെട്ടിക്കളഞ്ഞാൽ സ്വാഭാവികമായും അത് കൂട്ടിച്ചേർക്കാനുള്ളൊരു സമയമില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് വ്യാപകമായി എല്ലാ വാർഡുകളിലും അവർക്കിഷ്ടമില്ലാത്ത എതിർ പാർട്ടികളിൽപ്പെട്ട വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് നിഷ്കരണം വെട്ടിക്കളയുന്ന ഒരവസ്ഥ എല്ലാ വാർഡുകളിലുമുണ്ട്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് സംഘർഷഭരിതമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി.